ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഇന്ന് ലൈഫ് ലൈനിൽ നമ്മളോട് സംസാരിക്കുന്നത് VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ മെഡിക്കൽ ഓൺകോളജി കൺസൾട്ടന്റ് ഡോക്ടർ അന്നു സൂസൻ ജോർജാണ്. സ്തനാർബുദത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമെല്ലാം ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നു. ഡോക്ടർ, ഇപ്പം ലോകത്ത് തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സ്തനാർബുദമാണെന്ന് അടുത്തിടെ വന്ന ചില കണക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതൊരു സംശയമായിട്ട് അവശേഷിക്കും. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്? സ്ത്രീകളിൽ ആക്ച്വലി ഇത് ഒന്നാമത് ഉള്ള ഇതാണ്. നമ്മൾ പുരുഷന്മാരുടെ കൂടെ എടുക്കുമ്പോഴാണ് രണ്ടാമതാവുന്നത്. സ്ത്രീകളിൽ ഒന്നാമതായിട്ടുള്ളതാണ് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദം. അത് ആക്ച്വലി കണക്കുകൾ പ്രകാരമാണെങ്കിൽ 8 ഒരു സ്ത്രീക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യതയുണ്ടെന്നാണ്. പിന്നെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുഴ, സ്തനത്തിൽ ഉണ്ടാകുന്ന ഒരു മുഴയാണ് അതിൻ്റെ ആദ്യമത്തെ ലക്ഷണം. അപ്പോൾ അത് പക്ഷെ നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന വേദനയുള്ള മുഴയായിരിക്കും എന്നാണ്. സാധാരണ ഇതിന് വേദന ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് അവഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വേദനയുള്ള മുഴകളെ പറ്റിയാണ് എല്ലാവർക്കും ആശങ്ക കൂടുതൽ. പക്ഷെ ഇത് വേദന ഇല്ലാത്ത ഒരു മുഴയായിട്ടാണ് സാധാരണഗതിയിൽ കാണുന്നത്. പിന്നെ ചിലപ്പോൾ മുഴ സ്തനത്തിലായിരിക്കണം എന്നല്ല, നമ്മുടെ കക്ഷത്തിലായിട്ടായിരിക്കും ചിലപ്പോൾ മുഴ കാണുന്നത്. പിന്നെ അതുകൂടാതെ അത് വലുതാകുമ്പോഴത്തേക്കിനും ചിലപ്പം ചെറിയ കുഴപ്പമില്ലാത്ത മുഴകളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന് പെട്ടെന്ന് വലുപ്പം വെക്കുക, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മുഴ പെട്ടെന്ന് വലുപ്പം വെക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സ്തനത്തിൻ്റെ ചർമ്മത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിലിങ്ങനെ ഓറഞ്ചിൻ്റെ തൊലി പോലെ പൊട്ടുകൾ പോലെ കാണുകയാണെങ്കിൽ, എന്തെങ്കിലും ചുവപ്പ് കളർ ചേഞ്ച് വരിക, ഒരു കട്ടി ഉണ്ടാവുക, ഇതൊക്കെയാണ് സ്കിൻ ചേഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നിപ്പിളിൽ എന്തെങ്കിലും ചേഞ്ചുകൾ. ഇപ്പം ഉൾവലിയുക, നേരത്തെ നോർമലായിരുന്ന നിപ്പിൾ ഉൾവലിഞ്ഞ് പോവുക, ഏതെങ്കിലും ഒരു സൈഡിലോട്ടൊരു ചെരിവ് നേരത്തെ ഉണ്ടാകാതിൽ നിന്ന് വ്യത്യാസമായിട്ട് വരിക. പിന്നെ ഡിസ്ചാർജ് നിപ്പിളിൽ നിന്ന്, അത് അത്ര ഒരു കോമൺ അല്ല. വേറെ പല കുഴപ്പമില്ലാത്ത രോഗങ്ങളിലാണ് നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. പക്ഷെ അത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിപ്പിൾ ഡിസ്ചാർജ്, ദ്രാവകം വരുന്നതിൻ്റെ കളർ, എക്സ്പെഷ്യലി ഒരു രക്തത്തിൻ്റെ കളർ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരിക. പിന്നെ ഇത് കുറച്ച് സ്പ്രെഡായി കഴിയുമ്പം ചിലപ്പോൾ കക്ഷത്തിലോട്ടും മുഴ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കഴുത്തിലോട്ടും മുഴകൾ വരാം. പിന്നെ ബാക്കി ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ആകുമ്പോഴാണ് ബാക്കി രോഗലക്ഷണങ്ങൾ, നടുവേദന, ചുമ, ഇതൊക്കെ സ്പ്രെഡായി കഴിഞ്ഞു 4ാമത്തെ സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ മാലിഗ്നൻ്റ് ആയിട്ടുള്ള ലംസും അല്ലാതുള്ള ലംസും തമ്മിൽ എങ്ങനെയായിരിക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? കാരണം ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ലംസ് ഉണ്ടാകുന്നതെന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അത് രണ്ടും അങ്ങനെയല്ല. എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? സാധാരണ ആൾക്കാർക്ക് അത് അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് നമ്മൾ എന്തൊരു പുതിയ മഴ നമ്മുടെ ഇതിൽ കണ്ടാലും നമ്മളത് ഡോക്ടറിനെ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വേദന ഇല്ലാത്തത് കൊണ്ട് അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ മുഴ നമ്മുടെ ശരീരത്തിൽ കാണുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോയി ഡോക്ടറിനെ കാണിക്കുക. പിന്നെ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ഇപ്പം ഞാൻ പറഞ്ഞു ഇതിന് വേദന അധികം ഉണ്ടാവത്തില്ല. പെട്ടെന്ന് ചിലപ്പോൾ വലുതാകുമ്പോൾ ചിലപ്പോൾ വേദന ഉണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് നെർവ്സിലോട്ടൊക്കെ കയറി പെടുമ്പോഴത്തേക്കിനും അന്നേരം ചിലപ്പോൾ വേദന ഉണ്ടായെന്ന് വരാം. പിന്നെ ഉണ്ടാകുന്നത് ഈ വേദനയാണ് ഒരു ലക്ഷണം. പിന്നെ ഇതിന് കട്ടി, സാധാരണ ഈ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾ പൊതുവെ കട്ടി കൂടുതലായിരിക്കും. മറ്റ് ഫൈബ്രോ അഡനോമ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടെ സോഫ്റ്ററോ അല്ലെങ്കിൽ അത്രയും കട്ടി ഉണ്ടാകണം എന്നില്ല. പിന്നെ ഈ പറഞ്ഞ ബാക്കി അനുബന്ധ ലക്ഷണങ്ങൾ, ഈ ചുവപ്പ് അല്ലെങ്കിൽ കുത്തുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുവാണെങ്കിൽ കൂടുതൽ ക്യാൻസറസ് ആകാനുള്ള സാധ്യതയാണ്. പിന്നെ അതിൻ്റെ വളർച്ച, ഒരു മുഴ ഇങ്ങനെ ചെറിയ ഒരു സൈസിൽ തന്നെ കുറേ നാൾ നിൽക്കുക എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ക്യാൻസറസ് ആകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പെട്ടെന്ന് വലിപ്പം വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പോലും നമുക്ക് 100% ഇത് ഉറപ്പിക്കാൻ പറ്റില്ല ക്യാൻസറസ് അല്ലാന്ന്. അപ്പോൾ അതിന് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പം പുതിയ മെത്തേഡ്സ് ഒക്കെ ഓരോന്ന് കണ്ടുപിടിച്ചു വരുമല്ലോ. അപ്പം ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? ഡയഗ്നോസിസ് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദത്തിൻ്റെ ബേസിക് ഡയഗ്നോസിസ് നമുക്ക് മാമോഗ്രാം വെച്ച് തന്നെയാണ്. മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് എക്സ്റേ ആണ്. എക്സ്റേ കൂടി നമ്മൾ
കുറച്ചുകൂടെ ഡിഫറെൻസ് സാധാരണ എക്സ്റേയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സ്റേ ഇതാണ്. അത് നമ്മുടെ സ്തനത്തിനെ 2 പ്ലേറ്റുകളാണ്, എക്സ്റേ പ്ലേറ്റുകളുണ്ടാകും. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു പടം എടുക്കുന്നതാണ് ബേസിക് ആയിട്ടുള്ള എക്സ്റേ മാമോഗ്രാം എന്ന് പറയുന്നത്. എന്നിട്ട് അത് ഡോക്ടർ നോക്കിയിട്ട് അതിനെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഇത് എടുക്കുന്നത് സാധാരണ നമ്മൾ 40 വയസ്സിന് ശേഷം മാത്രമാണ് ഇത് അഡ്വൈസ് ചെയ്യാറ്. കാരണം ചെറുപ്പക്കാരിൽ ബ്രസ്റ്റിൻ്റെ ഡെൻസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ എക്സ്റേ മാമോഗ്രാമിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സോണോ മാമോഗ്രാമാണ് പ്രായം കുറവുള്ള സ്ത്രീകളിൽ പൊതുവെ അഡ്വൈസ് ചെയ്യാറ്. അപ്പോൾ ഇത് രണ്ടുമാണ് ബേസിക്കായിട്ട് നമ്മൾ സ്തനാർബുദം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉള്ള ബേസിക്. ഇതിൽ നമുക്ക് സംശയം തോന്നുവാണ്, ഡോക്ടർക്ക് ഇത് സ്തനാർബുദമാണെന്ന് റേഡിയോളജിസ്റ്റിന് സംശയം തോന്നുവാണെങ്കിൽ അവരൊരു ക്ലാസിഫിക്കേഷൻ തരും. ഇതിന് സ്തനാർബുദം ആകാനുള്ള സാധ്യതകളുടെ ഒരു ഇത് വെച്ചിട്ടാണ്, പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പം 4A തൊട്ട് ചാൻസുകൾ കൂടുതലാണ് ആ സ്കോറിങ്ങിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒരു സസ്പിഷൻ വരുമ്പോൾ നമ്മൾ അതിനെ ബയോപ്സി ചെയ്ത് നോക്കണം. ഒരു ബയോപ്സിയിൽ കൂടി മാത്രമേ നമുക്കിത് 100% സ്തനാർബുദമാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. ബാക്കി ടെസ്റ്റുകളിൽ നിന്നും നമുക്കിത് 100% ക്യാൻസറസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബയോപ്സി അത് കഴിഞ്ഞിട്ട് എടുത്തു നോക്കുക. പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ FNAC അതായത് ഫൈൻ നീഡിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അതിൽ നെഗറ്റീവ് വന്നു, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഇരിക്കാറുണ്ട്. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് വളർന്നു അല്ലെങ്കിൽ സ്പ്രെഡായി, പിന്നെയാണ് അത് ക്യാൻസറസ് ആണെന്ന് മനസ്സിലാകുന്നത്. അതാണ് ഈ FNACയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അതിന് പോസിറ്റീവായിട്ട്, അത് FNACയിൽ ക്യാൻസർ കോശങ്ങൾ കണ്ടാൽ അതിനെ ആശ്രയിക്കാം. പക്ഷെ നെഗറ്റീവായിട്ട് വരികയാണ്, അത് FNACയിൽ ക്യാൻസർ കോശങ്ങൾ കണ്ടില്ല, പക്ഷേ ഈ സിംറ്റംസ് കൂടുതലും സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ബയോപ്സിക്ക് പോകണം. കാരണം FNAC കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പോസിറ്റീവ് FNAC ആണെങ്കിൽ അത് യൂസ്ഫുള്ളാണ്. നെഗറ്റീവ് FNAC ആണെങ്കിൽ അതിനെ മാത്രം ആശ്രയിക്കരുത്. സംശയം കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബയോപ്സി ചെയ്ത് നോക്കണം. അതാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. പിന്നെയുള്ളത് സ്റ്റേജിങ്. ഇത് ആണെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സ്റ്റേജ് ആണെന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ് ബാക്കി ടെസ്റ്റുകൾ. അതിൽ പല ടെസ്റ്റുകളുണ്ട്. പെറ്റ് സ്കാനാണ് ഒന്ന്, അത് ഹോൾ ബോഡിയിൽ എവിടെയുണ്ടെങ്കിലും അറിയാവുന്ന ഒരു ടെസ്റ്റ്. പിന്നെയുള്ള CT സ്കാൻസ്. നമുക്ക് പെറ്റ് സ്കാൻ അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ CT സ്കാൻ, നെഞ്ചിൻ്റെയും CT സ്കാൻ, വയറിൻ്റെ അൾട്രാസൗണ്ട്, ഇതൊക്കെയാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. അപ്പോൾ ഈ മാമോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു എക്സ്റേ ആണെന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് എപ്പോഴൊക്കെ എടുക്കണം, അല്ലെ കൂടെ കൂടെ എടുക്കാമോ, ഏതൊക്കെ പ്രായത്തിൽ ഇത് എടുത്തു തുടങ്ങണം, എത്ര ഗ്യാപ്പിട്ടാണ് ഇത് ചെയ്യേണ്ടത്, അതൊക്കെ എങ്ങനെയാണ്? എക്സ്റേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ തവണ അനാവശ്യമായിട്ട് എടുക്കുന്നത് നല്ലതല്ല. അപ്പം റെക്കമെൻഡേഷൻ, അതായത് ക്യാൻസർ സൊസൈറ്റികളുണ്ടല്ലോ, അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി, അതുപോലത്തെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റികൾ പറയുന്നത് 1 വർഷം അറ്റ്ലീസ്റ്റ് ഗ്യാപ്പ് വേണം. 1 to 2 years ആണ് ഓരോ സംഘടനകളിലും വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു 1 to 2 years ഗ്യാപ്പിൽ നമുക്ക് മാമോഗ്രാം, അതായത് സാധാരണ സ്ത്രീകളിൽ രോഗം വന്നവരിലല്ല ഞാൻ പറയുന്നത്, സ്ക്രീനിങ് ആയിട്ട്. ഇപ്പം സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രോഗമില്ല, നമുക്ക് ആ രോഗം കണ്ടുപിടിക്കാൻ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം അത് US-ലൊക്കെ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റാണ് സ്ക്രീനിങ് ചെയ്യുന്നത്. അപ്പം അവിടെ ആ രാജ്യങ്ങളിൽ അവർ പറയുന്നത് 40 വയസ്സിന് ശേഷം സ്ക്രീനിങ് മാമോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ കാനഡയിലൊക്കെ ആണെങ്കിൽ 45 വയസ്സ്. അപ്പോൾ 40-45 വയസ്സിന് ശേഷം നമ്മൾ വർഷത്തിലൊരിക്കലും മാമോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്ക്രീനിങ് പ്രോഗ്രാമായിട്ട് ഗവൺമെൻറ് നടത്തുന്നില്ല. പക്ഷേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 1 or 2 years കൂടുമ്പം 40-45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും മാമോഗ്രാം ചെയ്യണം. അത് അപ് ടു 70 years വരെ ചെയ്യുന്നതാണ് നല്ലത്. once in a year അല്ലെങ്കിൽ once in 2 years എങ്കിലും മിനിമം നമ്മളൊരു മാമോഗ്രാം ചെയ്ത് നോക്കുക. പിന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള സ്ത്രീകൾ, അത് ഫാമിലി ഹിസ്റ്ററി, ക്യാൻസറിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബ്രസ്റ്റിന് റേഡിയേഷൻ എടുത്തവർ, അങ്ങനെയൊക്കെ ചില ഹൈ റിസ്ക് കാറ്റഗറീസ് ഉണ്ട്. അവർക്ക് സ്ക്രീനിങ്ങിൻ്റെ റെക്കമെൻഡേഷൻസ് കുറച്ചുകൂടെ വ്യത്യാസമാണ്. അവർക്ക് ഈ പറഞ്ഞ എക്സ്റേ മാമോഗ്രാമിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ MRI ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യാൻ ചിലപ്പോൾ പറയാറുണ്ട്. പിന്നെ 40 വയസ്സിന് താഴെയാണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യാൻ പറയും. അങ്ങനെ അവരുടെ വ്യത്യാസമാണ് സ്ക്രീനിങ്. എന്തായാലും ഫ്രീക്വൻസി പക്ഷേ ഈ 1 വർഷത്തിൽ താഴെ ആക്കാറില്ല എക്സ്റേ മാമോഗ്രാമിന്. അത് 1 വർഷം കൂടുമ്പോൾ മാത്രം ചെയ്യുന്നതാണ് ബെറ്റർ. ശരിക്കും ഈ പാരമ്പര്യ ഒരു ഘടകമാണോ ഇത്? ആണെങ്കിൽ തന്നെ ഏതൊക്കെ നെക്സ്റ്റ് ജനറേഷൻ ആണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ? പാരമ്പര്യം ഒരു ഘടകമാണ്, പക്ഷെ അതല്ല പ്രധാന ഘടകം. നമുക്ക് ഒരു ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ പാരമ്പര്യം ഉണ്ടാകുന്ന ഒരു 10 തൊട്ട് 15% ബ്രസ്റ്റ് ക്യാൻസറുകളിൽ മാത്രമേ ഈ പാരമ്പര്യ ഘടകമുള്ളൂ. ബാക്കി ഭൂരിഭാഗവും വേറെ പല കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത കാരണങ്ങൾ കൊണ്ടോ വരുന്നതാണ്.
10-15% മാത്രമേ പാരമ്പര്യമായിട്ടിത് വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് പണ്ട് ഈ ടെസ്റ്റുകളൊന്നും അവൈലബിൾ അല്ലായിരുന്നു അത്ര എളുപ്പത്തിൽ. ഇപ്പോൾ ജനറ്റിക് ടെസ്റ്റുകൾ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻഡെക്സ് കേസ്, അതായത് ഒരു സ്തനാർബുദം ഡയഗ്നോസ് ചെയ്ത ഒരു സ്ത്രീയിലാണ് ഈ ടെസ്റ്റ് നമ്മൾ ജനറ്റിക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അവർക്ക് ആ ജനറ്റിക് ആയിട്ട് ഉള്ളതാണ് എന്തെങ്കിലും മ്യൂട്ടേഷൻ നമ്മൾ കാണുകയാണെങ്കിൽ പിന്നെയാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അല്ലാതെ ആദ്യമേ പോയി ഒരു ജനറ്റിക് ടെസ്റ്റിലോട്ട് പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഓൾറെഡി സ്ഥിരീകരിച്ച ബ്രസ്റ്റ് ക്യാൻസർ കേസുകളുണ്ട്, അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ ഫാമിലിയിലുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള നമുക്കൊരു സസ്പിഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡെക്സ് കേസിനെയാണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് അവർക്ക് കണ്ട ആ മ്യൂട്ടേഷൻ ഏതാണോ അത് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൽ ചെയ്യുക എന്നുള്ളത്. അതും കുട്ടികളുണ്ടെങ്കിൽ 18 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊതുവെ ടെസ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അതിന് താഴെ നമ്മൾ ടെസ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്യാറില്ല ഈ ജനറ്റിക് ടെസ്റ്റിംഗ് ആണെങ്കിൽ. ഇപ്പോൾ ഈ ജനറ്റിക് അല്ലെങ്കിൽ പിന്നെ ജനറ്റിക് ആണെങ്കിൽ മാത്രം നമ്മൾ ഈ ടെസ്റ്റ് ചെറുപ്പത്തിലേ ചെയ്തു നോക്കി ഫർദർ നടപടികളൊക്കെ സ്വീകരിക്കും. ഇപ്പം ജനറ്റിക് അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഒരു കാരണങ്ങളായിരിക്കും ഇതിലോട്ട് നയിക്കുന്നത്? അതായത് ജീവിതശൈലി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നില്ലേ അതിൽ? അതെ, അതിനാണ് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് പൊതുവെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സും. മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഇത് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. നോൺ മോഡിഫയബിൾ പറഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏജ്. ഇത് എല്ലാ ക്യാൻസറുകളും പൊതുവെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ചില മ്യൂട്ടേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരിൽ ആ മ്യൂട്ടേഷൻസ് കറക്റ്റ് ചെയ്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ പോകുന്നു. പ്രായം ചെല്ലുന്നതോറും മ്യൂട്ടേഷൻസ് വരാനുള്ള സാധ്യത കൂടുന്നു, അത് കറക്റ്റ് ചെയ്യാതെ പോകുന്നു, അങ്ങനെ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു. അപ്പം പൊതുവെ നമ്മളിപ്പം കാണുന്ന നമുക്ക് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം നമ്മളുടെ പോപ്പുലേഷൻ ലോങ്കിവിറ്റി അല്ലെങ്കിൽ ലൈഫ് സ്പാൻ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ വരുന്നതും നമ്മൾ കൂടുതലായിട്ട് വരുന്നു, കൂടുതൽ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ മോഡിഫയബിൾ റിസ്ക് ഏജാണ്. അപ്പോൾ പൊതുവെ ഒരു 50-55 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പൊതുവെ സ്തനാർബുദം സ്ത്രീകളിൽ കാണാറ്. എന്നാൽ ഇപ്പം നമ്മൾ കുറച്ചുകൂടി ചെറുപ്പക്കാരിലും കാണാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട് പറയാം. പിന്നെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആർത്തവം വരുന്ന ടൈം, അതായത് ഏർലി ആയിട്ട് ആർത്തവം വരിക. പൊതുവേ നമുക്കൊരു 12-13 വയസ്സിലൊക്കെയാണ് സാധാരണ മനാർക്ക് അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്നത്. അത് നേരത്തെ വരിക, ഒരു 9 വയസ്സിലും 10 വയസ്സിലും ഒക്കെ വരികയാണെങ്കിൽ. പിന്നെ ഈ മെനോപോസ് ആർത്തവം നിൽക്കുന്ന സമയം ലേറ്റ് ആകുകയാണെങ്കിൽ യൂഷ്വലി ഒരു 55-60 ആകുമ്പോഴത്തേക്കിനും ആർത്തവം നിൽക്കുന്നു. അതിലും ലേറ്റ് ആകുകയാണെങ്കിൽ അത് കൂടുതൽ ടൈം പീരീഡ് നമ്മളുടെ ശരീരം ഈ സ്ത്രീ ഹോർമോൺസ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ള സ്ത്രീ ഹോർമോൺസിന് എക്സ്പോസ്ഡ് ആകുന്നു ഏർലി ആയിട്ട് ആർത്തവം വരുമ്പോഴും ലേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴും. അപ്പോൾ അതൊരു റിസ്ക് ഫാക്ടറാണ്. ഈ ഒന്നെങ്കിൽ ഏർലി ആകുവാണെങ്കിൽ അല്ലെങ്കിൽ ലേറ്റ് ആകുവാണെങ്കിലും ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ കുട്ടികളില്ലാത്തപ്പോൾ നള്ളി പാരസ് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത സ്ത്രീകൾക്കും അന്നും ഈ പറഞ്ഞ ഹോർമോണിൻ്റെ നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്കിനും ഈസ്ട്രജൻ കുറയുന്നു. അപ്പം ആ സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പം നള്ളി പാരസ് അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത സ്ത്രീകൾക്ക് ഇത് ചിലപ്പോൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇപ്പം ഈ ബ്രസ്റ്റ് ഫീഡിങ് കറക്റ്റായിട്ട് നടന്നിട്ടുള്ളവർക്ക് ഇതിൻ്റെ സാധ്യത കുറവാണെന്ന് പറയുന്നത് അതൊരു കറക്റ്റ് ഒരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണോ അതൊരു മിത്താണോ? അല്ലല്ല, അത് തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യം തന്നെയാണ്. ബ്രസ്റ്റ് ഫീഡിങ് പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത്. ഇത് ലോങ്ങർ ഡ്യൂറേഷൻ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ അത് പ്രൊട്ടക്റ്റീവ് തന്നെയാണ്. അപ്പോൾ അത് ഒരു മിത്തല്ല, തീർച്ചയായിട്ടും അത് സഹായകമാണ്. പക്ഷേ അതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചില കണ്ടീഷൻസിൽ സ്ത്രീകൾക്ക് ചിലപ്പോൾ പറ്റാത്ത തന്നെയല്ല, പണ്ടത്തെ പോലെ അധികം കുട്ടികൾ വരുന്നില്ലല്ലോ. അതെ, അതാ ഞാൻ പറയുന്നത്. നള്ളി പാരസ്, അതായത് കുട്ടികളില്ലാത്ത സ്ത്രീകൾ, പിന്നെ നമ്പർ കുറവാണ് ഈ പറഞ്ഞ പോലെ. അപ്പോൾ അതെല്ലാം ഓരോ പ്രഗ്നൻസിയും നമ്മൾക്ക് ഈസ്ട്രജൻ അളവ് കുറവാണ്, പ്രൊജസ്ട്രോൺ ആണ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഓരോ പ്രഗ്നൻസിയിലും ഉണ്ട്. പക്ഷെ അഗെയിൻ നമുക്ക് അതിന് കൂടുതൽ പ്രഗ്നൻസികളുണ്ടായ വേറെ പല അസുഖങ്ങളും വേറെ പല ആരോഗ്യ പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ് ഈസ് പ്രൊട്ടക്റ്റീവ് അഗൈൻസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരാൾ ഡയഗ്നോസ് ചെയ്തു സ്തനാർബുദമാണെന്ന് സ്ഥിരീകരിച്ചു, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? അതിൻ്റെ ഓരോ സ്റ്റേജസും എങ്ങനെ പോകും? സ്തനാർബുദം പൊതുവെ ബാക്കി എല്ലാ ക്യാൻസറുകളും നമ്മൾ 4 സ്റ്റേജായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ 1ഉം 2ഉം പൊതുവെ ഏർലിയർ ആയിട്ടുള്ള സ്റ്റേജുകളാണ്. 3 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയത് കക്ഷത്തിലെ കഴലകളിലോട്ട് ഈ സ്തനാർബുദം പോയിട്ടുണ്ട്.
അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് ആദ്യം ഈ 1ഉം 2ഉം ഒക്കെ നമ്മൾ സൈസ് വെച്ചിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത്. 2 സെൻറ്റിമീറ്റർ താഴെയൊക്കെ ആണെങ്കിൽ അത് സ്റ്റേജ് 1 ആകാനാണ് സാധ്യത കൂടുതൽ. 2 തൊട്ട് 5 സെൻറ്റിമീറ്റർ വരെ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ യൂഷ്വലി വരാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് കഴലകളിലോട്ടൊക്കെ പോയാൽ 3ാമത്തെ സ്റ്റേജ്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്തനത്തിൽ നിന്നും കക്ഷത്തിൽ നിന്നും മാറി വിദൂര സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡായി. അത് കൂടുതലായിട്ട് സ്തനാർബുദം പോകുന്നത് എല്ലുകളിലേക്ക്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്ഥലം സ്പ്രെഡാകാൻ വേണ്ടി. പിന്നെ ലങ്സ്, പിന്നെ ലിവർ, ബ്രെയിൻ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. ഏത് സ്ഥലത്തോട്ടും പോകാം, പക്ഷെ കോമൺ ആയിട്ട് കാണുന്ന ഈ 4 സ്ഥലങ്ങളിലോട്ടാണ്. അതുപോലെ തന്നെ ബോണിലോട്ട് പോയാലും പൊതുവെ ഹോർമോൺ പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിൽ പിന്നെയും നമുക്ക് ചികിത്സിച്ച് നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റുന്ന അത് തന്നെയാണ് ബോണിലോട്ട് വരെ പോയാലും. പിന്നെ അതാണ് സ്റ്റേജ്. അത് ഞാൻ പറഞ്ഞ നേരത്തെ CT സ്കാൻ, ബെറ്റ് സ്കാൻ പോലത്തെ ഇൻവെസ്റ്റിഗേഷൻസിലാണ് ആ സ്റ്റേജ് നമ്മൾ അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. സ്പ്രെഡ് ആകാത്ത 4ാമത്തെ സ്റ്റേജ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റും. അത് സ്റ്റേജ് അനുസരിച്ച് അതിൻ്റെ ചാൻസസുകളിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ 1ാമത്തെ സ്റ്റേജിലാണെങ്കിൽ 90% അല്ലെങ്കിൽ അതിൻ്റെ ഹോർമോൺ സ്റ്റാറ്റസൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. എന്നാൽ പൊതുവെ ഒരു 80 to 90% നമുക്ക് അത് ആൾക്കാരിലും ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റും. 2ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ അഗെയിൻ ഇത് കുറച്ചുകൂടെ കുറയും. ഒരു 70 to 80% ആൾക്കാരിൽ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. 3ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ അത് പിന്നെയും കുറച്ചുകൂടെ കുറഞ്ഞൊരു 50 തൊട്ട് 60% ആൾക്കാരിലും ക്യൂർ ചെയ്യാൻ പറ്റും. 4ാമത്തെ സ്റ്റേജിൽ നമുക്ക് ക്യൂർ എന്നുള്ളൊരു ഓപ്ഷൻ അല്ല, നമുക്ക് ലോങ്കിവിറ്റി കൂട്ടുക, ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. അത് വർഷങ്ങളോളം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൂടെ നോർമലായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ പുതിയ മെഡിസിൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പം ക്യൂറബിൾ ആയിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പം പറയുന്നത് കീമോ അല്ല, അത് അഗൈൻ ഏത് സ്റ്റേജിനനുസരിച്ച്. ചിലർക്ക് കീമോ, ന്യൂ അഡ്ജുവൻ കീമോ എന്ന് പറയും. അത് നമ്മൾ ഡെഫിനറ്റീവ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ക്യൂർ ചെയ്ത് മാറ്റാൻ വേണ്ടി. അത് നമ്മൾ സർജറിയാണ് യൂഷ്വലി ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് മുൻപായിട്ട് ചില ആൾക്കാർക്ക് നമ്മൾ കീമോ കൊടുക്കേണ്ടതായിട്ട് വരും. അതെന്ന് വെച്ചാൽ മുഴയുടെ സൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ നേരത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വലുപ്പത്തിലായിരുന്നെങ്കിൽ അത് കീമോ കൊടുത്തിട്ട് അതിനെ ചുരുക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ന്യൂ അഡ്ജുവൻ കീമോ എന്ന് പറയുന്നത്. അത് എല്ലാ ആൾക്കാർക്കും വേണ്ട, അത് സ്റ്റേജ് അനുസരിച്ചിട്ട്. പൊതുവെ മുഴയുടെ സൈസ് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മുടെ ട്യൂമർ ട്രിപ്പിൾ നെഗറ്റീവ്, ഹോർമോണുകൾ നെഗറ്റീവ്, ട്രിപ്പിൾ നെഗറ്റീവ് വകഭേദം, അല്ലെങ്കിൽ HER2 പോസിറ്റീവ് ആയിട്ടുള്ള വകഭേദം, അങ്ങനെയൊക്കെ ഉള്ളപ്പം പിന്നെ സൈസ് 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററിലൊക്കെ കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ആദ്യമേ ന്യൂ അഡ്ജുവൻ കീമോതെറാപ്പി കൊടുത്ത് ഇതിനെ സൈസ് ചുരുക്കിയിട്ട് സർജറിയിലോട്ട് പോകും. അതല്ലാത്ത ആൾക്കാരിൽ ചെറിയ സൈസൊക്കെയാണ്, അല്ലെങ്കിൽ ഹോർമോൺ പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി സർജറിയിലോട്ട് പോകാം. സർജറി തന്നെ 2 രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെയാണ് മുഴ വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം എന്നുള്ളതായിരുന്നു പണ്ടത്തെ ഒരിത്. ഇപ്പം നമുക്ക് പുതിയ ഇത് വെച്ചിട്ട് ബ്രസ്റ്റ് ഫുൾ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആ മുഴ മാത്രം റിമൂവ് ചെയ്യാം. പക്ഷേ മുഴ മാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ ചെയ്യേണ്ടതായിട്ട്, റേഡിയേഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രസ്റ്റ് ഫുൾ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഈക്വൽ റിസൾട്ട്സ് ആണ്. അത് നമുക്ക് നല്ല ക്വാളിറ്റി. ബ്രസ്റ്റ് ഫുൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ കൂടുതലാണ്. കൈക്ക് നീര് വരിക, കണ്ടിട്ടില്ല ചില സ്ത്രീകൾക്ക് കൈക്ക് ഭയങ്കര അമിതവണ്ണമായിട്ടിരിക്കുന്നത്, അത് ഈ നീര് കൊണ്ടാണ്. പിന്നെ നെഞ്ചിലും നീർക്കെട്ട് വരിക, ഇതൊക്കെ കൂടുതൽ സാധ്യതയുണ്ട് ഫുൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ. അപ്പം ഈ ലംബ് മാത്രം റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊരു വലിയ ഒരു ഡിഫറൻസ് ആണ് ക്വാളിറ്റി ഓഫ് ലൈഫിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ സ്റ്റേജ് അനുസരിച്ച് പിന്നെ ഹോർമോൺ സ്റ്റാറ്റസ്, ചില ആൾക്കാരുടെ ഓരോ ആളുടെയും ഒരേപോലെ ആയിരിക്കില്ല ഇതിൻ്റെ ക്യാൻസർ. നമ്മുടെ തൊട്ടടുത്ത OP യിലിരിക്കുന്ന ആളുടെ പോലെയാണ് അല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വിചാരിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഡോക്ടർ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. ചില ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഹോർമോൺ പോസിറ്റീവ് ആയിരിക്കാം. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ റിസെപ്റ്റർ എന്ന് പറയും. അത് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ ഒരു രീതിയിൽ നമ്മൾ ചികിത്സിക്കുന്നു. അങ്ങനെ ഹോർമോൺ പോസിറ്റീവ് ആയിട്ടുള്ള ഏർലി ആയിട്ട് വരുന്ന ബ്രസ്റ്റ് ക്യാൻസറിൽ ചിലപ്പോൾ നമുക്ക് കീമോതെറാപ്പി ആവശ്യമേ ഇല്ലാണ്ട് വരും. നമുക്ക് ഹോർമോൺ ടാബ്ലറ്റുകൾ മാത്രം മതിയാവും. അപ്പോൾ എല്ലാവർക്കും ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ കീമോ വേണ്ട. ചില ആൾക്കാർക്ക് നമുക്ക് കീമോതെറാപ്പി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ഹോർമോൺ പോസിറ്റീവ് ആയിട്ടുള്ളവർക്കാണ് കൂടുതലായിട്ട്. പിന്നെ HER2 എന്ന് പറഞ്ഞൊരു റിസെപ്റ്റർ ഉണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിലും ഏർലി സ്റ്റേജുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ HER2ൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രം എടുത്താൽ മതിയാവും. പിന്നെ ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വകഭേദമുണ്ട്. അതിന് നമ്മൾ കീമോതെറാപ്പി
എടുത്തേ മതിയാവും. പിന്നെ ഒത്തിരി പുതിയ മരുന്നുകൾ വരുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല നമ്മുടെ ചികിത്സാ രീതി ഇപ്പം. ട്രീറ്റ്മെന്റ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതെ, ഇപ്പം കൂടുതലും പേഴ്സണലൈസ്ഡ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ പോലെ ആയിരിക്കില്ല അടുത്തയാളുടെ ചികിത്സ. നമ്മൾ ആദ്യമേ തന്നെ ഈ ഹോർമോൺ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നു, സ്റ്റേജ് കണ്ടുപിടിക്കുന്നു. പിന്നെ ഇപ്പം വേറെ കുറേ ഈ ആദ്യം ഉണ്ടായിരുന്ന ഈ ഹോർമോൺസ് മാത്രമല്ല, വേറെ ഒത്തിരി പുതിയ മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്പം ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അത് കൂടുതലും ഈ സ്പ്രെഡായ കേസുകളിലൊക്കെയാണ് മ്യൂട്ടേഷൻസിന് കൂടുതൽ റെലവൻസ് ഉള്ളത്. അപ്പോൾ അത് ആ ഓരോ മ്യൂട്ടേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരുടെയും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ അസുഖം വന്നു, ചികിത്സിച്ചു, ഒരു ഫിക്സ്ഡ് ടൈമിൽ ഇത് ഭേദമായി, അതിനുശേഷം ഈ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ സ്ക്രീനിങ്ങും ഒക്കെ എത്ര ഗ്യാപ്പിലായിരിക്കും ചെയ്യേണ്ടത്? നമ്മൾ ഫോളോ അപ്പ് തീർച്ചയായിട്ടും വേണം. കാരണം നമുക്കിത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ അത് എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞത് അതിൽ നിന്ന് ഒരു 2 ഇയേഴ്സിലേക്ക് നമ്മൾ ഇവിടെ പൊതുവേ പറയുന്നത് ഫസ്റ്റ് 2 ഇയേഴ്സിലാണ് നമുക്ക് ഇത് റിസ്ക് കൂടുതലുള്ളത്, തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ആ 2 ഇയേഴ്സ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ എന്നാലും നമ്മുടെ ഫോളോ അപ്പ് വിസിറ്റ്സ് കുറച്ചുകൂടി ഷോർട്ടർ ആയിരിക്കും. അതായത് 3 to 4 months ഇൻ്റർവെല്ലിൽ നമ്മൾ ഡോക്ടറിനെ കാണണം. 6 മാസം കൂടുമ്പോൾ സ്കാനുകളും അൾട്രാസൗണ്ട് സ്കാനുകളും മാമോഗ്രാം ഇയർലിയും ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ 2 to 5 years കുറച്ചുകൂടെ നമുക്ക് ഗ്യാപ്പ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാറുണ്ട്. ഒരു 6 to 8 months കൂടുമ്പോൾ ഡോക്ടറിനെ കാണുക, ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ആഫ്റ്റർ 5 years പൊതുവെ ക്യാൻസർ മാറിയ ഒരാൾ നമ്മൾ ക്യൂർ ആയി എന്നാണ് പറയുന്നത്. 5 years ആണ് നമ്മൾ സർവൈവൽ പറയുന്നത്. ആഫ്റ്റർ 5 years ക്യൂർ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. പക്ഷേ മിനിമം 5 yearsലേക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഡോക്ടർ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് സ്ത്രീകളുടെ സ്തനാർബുദത്തെക്കുറിച്ചായിരുന്നു. പുരുഷന്മാർക്ക് അത് എത്രത്തോളം കോമൺ ആണ്, പ്രത്യേകിച്ച് കേരളത്തിൽ? പുരുഷന്മാരിലും സ്തനാർബുദം വരാറുണ്ട്. അത് കോമൺ അല്ല, ഒരു അൺകോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 1 in 8 ആണ് സ്ത്രീകളിൽ വരുന്നത്. അത് പുരുഷന്മാരിലാകുമ്പോൾ 1 in 800 പോകുന്നു. അത്രയും അൺകോമൺ ആണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ അവയർനെസ് ഇല്ല, ഇത് നമുക്ക് വരില്ല എന്ന് ഉള്ള ധാരണയിൽ പലപ്പോഴും ഇത് അവഗണിക്കാറുണ്ട്. പിന്നെ പുരുഷന്മാർക്ക് പൊതുവെ ബ്രസ്റ്റിൻ്റെ സൈസ് കുറവായിരിക്കുമല്ലോ. അപ്പം ചിലപ്പോൾ ചെറിയ തടിപ്പൊക്കെ അവർ ഇഗ്നോർ ചെയ്തേക്കാം. പക്ഷേ കുറച്ച് പറഞ്ഞ പോലെ ബ്രസ്റ്റ് സൈസ് അധികം ഇല്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ ആക്ച്വലി നോട്ടീസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പലപ്പോഴും നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ലേറ്റ് ആകുന്നതും ഒക്കെ. പിന്നെ കുറച്ച് ചിലപ്പോൾ പൊട്ടിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ നല്ല സ്പ്രെഡായി കഴിയുമ്പോഴോ ഒക്കെ കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം, അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റെയർ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ഡോക്ടർ, തീർച്ചയായിട്ടും ഈ സ്തനാർബുദം ഏകർബുദമായാലും അതൊരു ഫിസിക്കൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു വൈകാരികമായ ഒരു അവസ്ഥയും കൂടെ കടന്നു പോകേണ്ടതുണ്ടല്ലോ, ഇമോഷണൽ ഒരു വിഷയമാണല്ലോ. അപ്പം അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർഗനൈസേഷനൊക്കെ ഉണ്ടോ നിലവിൽ? നമ്മൾ നിലവിൽ ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ലേക്ക് ഷോറിൽ ഗംഗാധരൻ സാറിൻ്റേതായിട്ടുള്ള ഒരു കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞൊരു രോഗികളുടെ ഒരു കൂട്ടായ്മയും അവർക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പും അവർക്ക് ബാക്കി എല്ലാ രീതിയിലും ഇമോഷണൽ സപ്പോർട്ട്. പിന്നെ പലപ്പോഴും രോഗികൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. ചിലപ്പോൾ അവർ താമസിക്കാനുള്ള ഫിനാൻഷ്യൽ സൗകര്യങ്ങളില്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് താമസ സൗകര്യം, ഫുഡ്, ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി. അതുപോലെ കേരളത്തിൽ പല ഓർഗനൈസേഷൻസ് ഉണ്ട്. ബട്ടർഫ്ലൈ ക്യാൻസർ സൊസൈറ്റി, അങ്ങനത്തെ പല ഓർഗനൈസേഷൻസ് രോഗികളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ് അല്ലാതെ തന്നെ രോഗികൾ തന്നെ അവരുടെ ഒരു പല ഫേസ്ബുക്ക് കൂട്ടായ്മകൾ, അങ്ങനത്തെ കൂട്ടായ്മകൾ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ പങ്കാണ് ഈ കാര്യങ്ങൾ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇവിടെ തന്നെ ഒരു പുതിയ രോഗി വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആൾക്കാരോ ആയിട്ട് അവരോട് ബന്ധപ്പെടാൻ പറയും. കാരണം അത് നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ഇത് ഈ പ്രക്രിയയിൽ കൂടി കടന്നുപോയ ഒരാൾ ഇവർക്ക് പറയുമ്പോൾ അത് കുറച്ചുകൂടെ കൺവിൻസിങ്, കുറച്ചുകൂടെ ഒരു ധൈര്യം തരുന്നതാണ്. ദിസ് ടു ഷാൽ പാസ് ആൻഡ് യു ക്യാൻ ലീഡ് എ നോർമൽ ലൈഫ് എന്നുള്ളത് ഒരു മാതൃകയായിട്ട് കാണിച്ചു തരുവാണ്. അപ്പോൾ ദാറ്റ് ഈസ് എ ബിഗ് ബൂസ്റ്റ് ഫോർ പേഷ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മകൾ വളരെ അധികം ആവശ്യമാണ്. അത് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇത് വളരെ നല്ല കാര്യമാണ് ആൻഡ് ഇറ്റ് ഷുഡ് ബി എൻകറേജ്ഡ്. വളരെ ഫലപ്രദമായ കുറേ അറിവുകളാണ് ഡോക്ടർ പങ്കുവച്ചത്. താങ്ക് യു.